നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കൈമ്പ്രം ബീച്ച് ഫെസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. CPI വലപ്പാട് ലോക്കൽ സമ്മേളനം എടമുട്ടം ലയൺസ് ക്ലബ്ബിൽ വെച്ച് നടന്നു. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പുണ്യമാസമായ റമദാനിൽ നേടിയ ആത്മീയ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വളരെ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. രാവിലെ 8 മുതൽ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും ഈദ് നമസ്കാരവും ഖുതുബയും നടന്നു. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും അത്തറുകൾ പുരട്ടിയും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം മസ്ജിദുകളിൽ എത്തിച്ചേർന്ന് തക്ബീർ ധ്വനികൾ മുഴക്കി. ഇമാമുമാർ ആദ്യം പെരുന്നാൾ നമസ്കാരവും പിന്നീട് ഖുതുബയും നിർവഹിച്ചു. തുടർന്ന് വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിച്ച് ബന്ധങ്ങളിലുണ്ടാകാനിടയുള്ള മുഷിച്ചിലുകൾ അലിയിച്ചു കളഞ്ഞാണ് മസ്ജിദുകളിൽ നിന്നിറങ്ങിയത്. എല്ലാ മസ്ജിദുകളിലും ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനാണ് നടന്നത്. പല മസ്ജിദുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ലഹരി വിരുദ്ധ റാലിയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. അന്തിക്കാട് മസ്ജിദിനുള്ളിൽ നടന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് മഹല്ല ഖത്തീബ് നൌഫൽ സഅദി, പ്രസിഡന്റ് പതിപറമ്പത്ത് അബ്ദുൽ നാസർ ഹാജി, സെക്രട്ടറി KK അബ്ദുൽ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. മസ്ജിദുകളിൽ നിന്ന് വീടുകളിലെത്തിയ വിശ്വാസികൾ ബന്ധുവീടുകളിലും അയൽ വീടുകളിലും എത്തി ബന്ധങ്ങൾ പുതുക്കിയാണ് പിരിഞ്ഞത്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സൗഹൃദം പങ്കിട്ടുകൊണ്ടായിരുന്നു ജീവിച്ചത്. അതുപോലെയാണ് നാം ജീവിക്കേണ്ടത്. ഇന്ന് നാം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം തലികയുടെ സന്നിധാനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ഇതര മതവിശ്വാസിയിലെ ഭാസ്കരേട്ടനോ അതല്ലെങ്കിൽ തോമസ് ഏട്ടനോ നമ്മുടെ ഭക്ഷണത്തോടൊപ്പം കഴിക്കാനോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കൊപ്രക്കളം ജാമിയ ബുസ്താനുൽ ഉലൂം മൈതാനത്ത് നടന്ന ഈദ്ഗാഹിന് മുഹമ്മദ് റസൽ സ്വാലിഹി നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കാരണം ഇതുപോലെ നമ്മുടെ ഈ പെരുന്നാൾ സുദിനത്തിൽ ഈദിന്റെ മുസല്ലയിൽ പെരുന്നാൾ നമസ്കരിക്കുവാനും അതോട് ബന്ധപ്പെട്ട പെരുന്നാളിന്റെ ഈ സന്തോഷവേളകളിലൊക്കെ ഒരുമിച്ച് കൂടാൻ അതിൽ പങ്കെടുക്കാനൊക്കെ ആഗ്രഹമുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ഈ പെരുന്നാളിന്റെ ഈ ഈദിന്റെ ഖുതുബയിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതാണ്. കളമുറി മസ്ജിദ് സഫയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ജാഫർ സഖാഫി നേതൃത്വം നൽകി. يوم تهليل وتعظيم وتمجيد يوم الزينة والعيد يوم الفضل والمزيد. കളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് MI അബ്ദുൽ ജലീൽ മൗലവി നേതൃത്വം നൽകി. പല പോരായ്മകളുള്ളവരാണ് നാം. സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മതക്കുറവ്, സ്വഭാവ പെരുമാറ്റങ്ങളിലെ ന്യൂനതകൾ,
ഇബാദത്തുകളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ, കുടുംബ ജീവിതത്തിലെ താളപ്പിഴകൾ, പരസ്പര ബന്ധങ്ങളിലെ വിള്ളലുകൾ തുടങ്ങി ധാരാളം ന്യൂനതകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. അതൊക്കെ പരിഹരിക്കാൻ റമദാനിലെ വിശുദ്ധമായ ആരാധനാ കർമ്മങ്ങളിലൂടെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. പെരിങ്ങോട്ടുകര യാറത്തിങ്കൽ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ഷാക്കിർ ഫൈസി നേതൃത്വം നൽകി. വലപ്പാട് ചാലുകുളം മഹലിൽ രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല ഖത്തീബ് ടി അബൂബക്കർ മദനി മണ്ണാറക്കാട് നേതൃത്വം നൽകി. ഉസ്താദുമാരായ ഷറഫുദ്ദീൻ മുസ്ലിയാർ, ടി എച്ച് ഇബ്രാഹിം മുസ്ലിയാർ, കെ സുലൈമാൻ മുസ്ലിയാർ, മഹല്ല സെക്രട്ടറി പി വി ഫൈസൽ, പ്രസിഡന്റ് ആർ എ ഫൈസൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നിസ്കാരശേഷം വിശ്വാസികൾക്ക് മധുര വിതരണം നടത്തി. ലഹരിക്കെതിരെ നാട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന മഹല്ല ഖത്തീബ് സന്ദേശം നൽകി. ശുദ്ധമായ ചെറിയ പെരുന്നാൾ വളരെ സന്തോഷാഹ്ലാദപൂർവ്വം ആഘോഷിക്കുകയും 1000 ആശംസകൾ സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധമായ സുന്ദര ശുഭമുഹൂർത്തത്തിലാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. യജമാനാകും റബ്ബ് ഈ പരിശുദ്ധമായ സന്തോഷ മുഹൂർത്തം നമുക്ക് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാക്കി തീർക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നീണ്ട ഒരു മാസക്കാലത്തെ വൃതാനുഷ്ഠാനത്തിലൂടെ സംസ്കരണത്തിൻ്റെയും വിശുദ്ധമായ ഹൃദയം നേടിയെടുത്ത് വിശ്വാസികൾക്ക് ഉത്തമമായ ജീവിതശൈലി കൈമാറാനുള്ള പക്വതയിലേക്കും പാകതയിലേക്കും ശരീരത്തെ പാകപ്പെടുത്തിയെടുത്ത ലോകവിശ്വാസികൾക്ക്, വിശിഷ്യ ചാലുകുളം മഹല്ല് നിവാസികൾക്ക് 1000 വിശുദ്ധമായ ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ ആധുനിക തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്ന് മൃഗീയ ജീവിതം എന്നുവരെ പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് അധപ്പതനത്തിൻ്റെ ആഴിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഈ സന്തോഷ മുഹൂർത്തം വിശ്വാസികളിലേക്ക് കടന്നു വരുന്നത്. പാരത്രികമായ ലോകവിജയവും പ്രപഞ്ചനാഥനോടുള്ള പ്രേമവും യുവതലമുറക്ക് അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനുള്ള പ്രചോദനം ഈ പുണ്യനാൾ സന്ദേശം നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് വലപ്പാട് പുത്തൻപള്ളിയിലെ പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് റഫീഖ് ഖാസിമി നേതൃത്വം നൽകി. അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിക്കണം. നാം പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഈ സുദിനത്തിൽ പെരുന്നാൾ നാവ് കൊണ്ട് ചൊല്ലുന്ന തക്ബീറിൽ നമ്മുടെ ഖൽബിലും ഉണ്ടായിരിക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് കൂടുന്ന ആവേശം മറ്റു നമസ്കാരങ്ങളിൽ നമുക്കുണ്ടായിരിക്കണം. മുസഹാബ ചെയ്യുമ്പോൾ ഹൃദയത്തിലും അത് ചേരണം. അതുപോലെ തന്നെ മുന്തിയ വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം. എന്നാൽ നാം രക്ഷപ്പെടും. നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒന്ന് നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ, പെരുന്നാൾ ദിവസത്തിൽ നാം ഒന്നിച്ചു നിൽക്കുന്നത് പോലെ എല്ലാ സമയത്തും നാം ഒറ്റക്കെട്ടായിരിക്കണം. കാരണം നമ്മുടെ റബ്ബ് ഒന്നാണ്, നമ്മുടെ പ്രവാചകൻ ഒന്നാണ്, നമ്മുടെ ഖുർആൻ ഒന്നാണ്. سمع الله لمن حمده الله أكبر. മഹല്ല പ്രസിഡന്റ് സുലൈമാൻ ഹാജി, സെക്രട്ടറി പി എ നസീർ എന്നിവർ പെരുന്നാൾ സന്ദേശം നൽകി. കമ്മിറ്റി ഭാരവാഹികളായ എൻ എം ഷെരീഫ്, ടി എം സക്കീർ, സി കെ ഷംസുദ്ദീൻ,
കെ അയ്യൂബ്, പി എ ഷാജഹാൻ, പി എസ് ഷഹീൻ, അബു താലിഫ്, കെ പി മുഹമ്മദ് അലി, പി എ നിഷാദ്, പി എം മുഹമ്മദ് ഷെരീഫ് പാണ്ടികശാല എന്നിവർ നേതൃത്വം നൽകി. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പായസ വിതരണവും നടന്നു. പെരുന്നാൾ സുദിനം കൂടി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ ദിവസത്തിൽ നമ്മൾ ഒരുപാട് നന്മകൾ കൊണ്ട് മുന്നേറേണ്ട ദിവസമാണ്. സ്നേഹബന്ധം കൊണ്ടും സാഹോദര്യ ബന്ധം കൊണ്ടും അയൽവാസ ബന്ധം കൊണ്ടും കുടുംബ ബന്ധം കൊണ്ടും ഒക്കെ ചേർക്കേണ്ട ഒരു ദിവസമാണ്. നാമും ഭക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ള സഹോദരന്മാരെയും ഭക്ഷിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ എല്ലാവിധ ഈദാശംസകളും നേർന്നുകൊണ്ട് തൃപ്പയാർ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ TSGA സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. തൃപ്പയാർ ഇസ്ലാമിക് സെന്റർ ജുമാ മസ്ജിദ് ഖത്തീബ് AS അബ്ദുറഹ്മാൻ സാഹിബ് ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ബഷീർ സെൻ, റഹീം നാട്ടിക, റാസിഖ്, അബ്ദുൾ വാഹിദ്, ഷിയാദ് മജീദ്, റഷീദ് വലപ്പാട്, സജീവ് അൻസാരി, അഫ്സൽ, മുർഷിദ് എന്നിവർ നേതൃത്വം നൽകി. في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت الله أكبر. ഈദ് സംഗമവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും തൃത്തല്ലൂർ വെസ്റ്റ് കൊടുങ്ങു പള്ളിയിൽ നടന്നു. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഈദ് സന്ദേശവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്കും ഇമാം ഷെഫീർ ഫാളിലി നേതൃത്വം നൽകി. കൊടുങ്ങു പള്ളി കുടുംബം കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളെ തക്ബീർ ചൊല്ലി ആദരിച്ചു. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി വലപ്പാട് ലോക്കൽ സമ്മേളനം എടമുട്ടം ലയൺസ് ക്ലബ്ബിൽ വെച്ച് നടന്നു. മുതിർന്ന നേതാവ് VK ജയപ്രകാശ് പതാക ഉയർത്തി. രക്തസാക്ഷി കുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ രക്തസാക്ഷി പ്രമേയം മുബീഷ് പനയ്ക്കലും അനുശോചന പ്രമേയം സീന കണ്ണനും അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം സാമ്പത്തിക വളർച്ചയെ വിളിച്ചിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ വളർച്ചയല്ല, 90കളിൽ ആരംഭിച്ച സാമ്പത്തിക നയത്തിൻ്റെയൊക്കെ ഭാഗമായി സാമ്പത്തിക വളർച്ച നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷെ ആ സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലം ഇന്ത്യ രാജ്യത്തെ ഒരു ചെറിയ ന്യൂനപക്ഷം വരുന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെ അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്കാണ് അനുഗുണമായത്. ഇപ്പോൾ ലോകത്ത് ഇത്തരത്തിലുള്ള സമ്പന്നന്മാരായിട്ടുള്ള മുതലാളിമാർ അവരും ഭരണകൂടവും തമ്മിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു അച്ചുതണ്ടാണ് ലോകത്തിന്റെ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ മസ്കും ട്രംപും ചേർന്നിട്ടാണ് അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മോഹൻദാസ് VR, സുജിന്ത് പുല്ലാട്ട്, വസന്ത ദേവലാൽ, മുബീഷ് പനയ്ക്കൽ എന്നിവരടങ്ങിയ പ്രസീഡിയം നിയന്ത്രിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റിയായി AG സുഭാഷ്, കിഷോർ, രാജൻ പട്ടാട്ട എന്നിവർ പ്രവർത്തിച്ചു. CC മുകുന്ദൻ MLA, മുൻ കൃഷി മന്ത്രിയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KP സന്ദീപ്, ഷീന പറയങ്ങാട്ടിൽ, ജില്ലാ കമ്മിറ്റി അംഗം സജീന പർവീൻ, മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KM കിഷോർ കുമാർ,
മുൻ MLA ഗീതാ ഗോപി എന്നിവർ പ്രസംഗിച്ചു. ലാൽ കച്ചിലം, സീന കണ്ണൻ, ഉണ്ണികൃഷ്ണൻ KS, വിനു പട്ടാലി, ഇന്ദുലാൽ, ജെയിൻ, ഹിരൺ KV, ലോക്കൽ സെക്രട്ടറി AG സുഭാഷ്, ബാബു മേൽവീട്ടിൽ, ഹിരൺ KV, ബിജോയ് മാസ്റ്റർ, യദു കൃഷ്ണ, പ്രജീഷ് KP എന്നിവർ നേതൃത്വം നൽകി. രാജൻ പട്ടാട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ ലോക്കൽ കമ്മിറ്റി 13 അംഗ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെ തിരഞ്ഞെടുത്തു. VC കിഷോറിനെ സെക്രട്ടറിയായും രാജൻ പട്ടാട്ടിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. 17 അംഗ മണ്ഡലം സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ലഹരി വിമുക്ത ഭവനങ്ങളുടെ കൂട്ടായ്മ KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിലിന്റെ കാർമ്മികത്വത്തിൽ ലഹരി വിമുക്ത ഭവനങ്ങൾക്കു വേണ്ടിയുള്ള പ്രത്യേക ദിവ്യബലി നടത്തി. പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട ചൊല്ലിക്കൊടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞ 155ഓളം വരുന്ന കുടുംബങ്ങൾ ഏറ്റുചൊല്ലി. തുടർന്ന് നടന്ന സമ്മേളനം നെസ്റ്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നാനൂറിൽ 155 ഭവനങ്ങൾ ലഹരി വിമുക്തമായ വലപ്പാട് ഇടവക കേരളത്തിനും തൃശൂർ അതിരൂപതയ്ക്കും മാതൃകയാണെന്ന് അച്ഛൻ അഭിപ്രായപ്പെട്ടു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ അധ്യക്ഷനായി. AND സിജോ മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന കേശദാനത്തിൽ മുടി നൽകിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഭക്തസംഘടന ഏകോപന സമിതി കൺവീനർ KL ആന്റണി, ട്രഷറർ ക്ലിൻസ് പോൾസൺ എന്നിവർ സംസാരിച്ചു. എങ്ങണ്ടിയൂർ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലയുടെ ഒഫീഷ്യൽ വിസിറ്റും പുതിയ മെമ്പർമാരുടെ സ്ഥാനാരോഹണവും നടത്തി. സൗബർണിക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ എങ്ങണ്ടിയൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PR മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പുതിയ മെമ്പർമാരായ അഭിരാജ്, നെടുമാട്ടുമ്മൽ, രാജൻ, ശ്രീജിത്ത്, ബാബു എന്നിവർക്ക് സ്വീകരണം നൽകി. MJF പദവിയെടുത്ത VS സുഗുണനെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ EK രാമചന്ദ്രൻ, മദനകുമാർ, ഉണ്ണികൃഷ്ണൻ, ദിനേശൻ, ശ്രീധരൻ നായർ, അമൃത ജയപ്രകാശ്, KM അഷറഫ്, കണ്ണൻ, ശിവദാസ്, ശ്രീതിൽ ലാൽ, ഹരിലാൽ എന്നിവർ സംസാരിച്ചു. ബാലകൃഷ്ണൻ, പീതാംബരൻ, രാരമ്പത്ത്, രാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇങ്ങനെയൊക്കെ നന്നായി ഓരോ PST പ്രവർത്തിക്കുമ്പോൾ, ഓരോ ക്ലബ്ബ് പ്രവർത്തിക്കുമ്പോൾ ഡിസ്ട്രിക്റ്റിന് കിട്ടിയത് ഈ 7.5 വർഷം പൂർത്തിയാക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്ത ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബഹുദൂരം അതിദൂരം നമ്മൾ മുന്നിലാണ്. 19,000 സേവന പ്രവർത്തനങ്ങളാണ് ഇതുവരെ കേരളത്തിൽ നടന്നത്. 19,000 സേവന പ്രവർത്തനങ്ങൾ ഇതുവരെ കേരളത്തിൽ നടന്നു. അതിൽ 13,000 സേവന പ്രവർത്തനങ്ങൾ ചെയ്തത് നമ്മുടെ ഡിസ്ട്രിക്റ്റാണ്. 13,000 സേവന പ്രവർത്തനം ചെയ്തത് നമ്മുടെ ഡിസ്ട്രിക്റ്റ്. അത് നിങ്ങൾ ചെയ്ത എല്ലാ സേവന പ്രവർത്തനങ്ങളും കൂട്ടിവെക്കുമ്പോൾ അതിൻ്റെ ആ വലിയ തുടർച്ച നടന്നു വരികയാണ്. ഇടവേള. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാമെന്നേ. പിന്നെ എന്തിന് ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ +2 എക്സാമിന്റെ കിക്കിലാണോ? എന്നാൽ അതൊന്നുമല്ല മക്കളെ കാര്യം. നീറ്റ്, JEE, KEAM, CUT ഇതൊക്കെ എഴുതി നല്ല വല്ല കോളേജിൽ ചേർന്ന് ലൈഫ് സെറ്റ് ആക്കണോ? ബോർഡ് എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. ക്രാഷ് കോഴ്സിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള അക്കാഡമി സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ ചേർന്ന് എൻട്രൻസ് വൈബ് 1 മാസം കൊണ്ട് സെറ്റ് ആക്കാം. നിങ്ങളുടെ ലേണിംഗ് സ്മൂത്ത് ആക്കാൻ പൊള്ളി സാറുമാരും ഡെയിലി എക്സാംസും 1-to-1 മെന്ററിംഗും അടങ്ങിയ ഒരു അഡാർ ഇൻഫ്ര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കൂ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്,
ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലയ്ക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകൾ തുടരുന്നു. മണലൂർ മണ്ഡലം 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മൺമറഞ്ഞുപോയ കോൺഗ്രസ് പ്രവർത്തകരെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ദേശീയ കിക്ക് ബോക്സിംഗിൽ ഇന്ത്യക്ക് വേണ്ടി 2 ഗോൾഡും 1 സിൽവറും നേടിയ CA മീനാക്ഷിക്ക് സ്വീകരണം നൽകി. കാരണത്ത് ബാലകൃഷ്ണൻ നഗറിൽ ചേർന്ന സംഗമം DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വേലുണ്ണി വെണ്ണക്കൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, INTUC ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുഷിൽ ഗോപാൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വാസു വളാഞ്ചേരി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സുനില അനിൽകുമാർ, കോൺഗ്രസ് മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ പ്രതാപൻ വട്ടപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്നും പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവർ, നമുക്കൊക്കെ അറിയാം, ഇന്ന് 2 ശക്തികൾക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസവുമായി മുന്നോട്ട് പോകുന്ന ശക്തികൾ, കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ ഫാസിസവുമായി മുന്നോട്ട് പോകുന്ന ശക്തികൾ. ഇന്ന് കേരള സ്ഥിതിയാണെങ്കിൽ അതീവ ദയനീയമാണ്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത പഞ്ചായത്ത് രാജ്, അതിന് തുടക്കം കുറിച്ച രാജീവ് ഗാന്ധി, അന്ന് അതിന് എതിർത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ന് അവർ രാജ്യം ഭരിക്കുമ്പോൾ, ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു കാലമാണ്. കഴിഞ്ഞ 50 ദിവസമായി നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ സമരം ചെയ്യുകയാണ്, ഉപവാസം കിടക്കുകയാണ്. 50-ാം ദിവസം പിന്നിടുമ്പോൾ കിടക്കുന്ന ആശാ വർക്കർമാർ അവരെ മുടി മുടിച്ചുകൊണ്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. സർവ്വരാജ്യ തൊഴിലാളികൾ സംഘടിക്കുകയും മുദ്രാവാക്യം മുന്നോട്ട് വെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, 1957 ആദ്യമായി ബാലറ്റ് പെട്ടിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പാവപ്പെട്ട തൊഴിലാളികളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ച. CPM മണലൂർ ലോക്കൽ കമ്മിറ്റി ലഹരിമുക്ത നവകേരളം ജനജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റി മെമ്പർ AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. KV ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സുധർമ്മൻ ചിരുകണ്ടത്ത്, MK സദാനന്ദൻ, CG മോഹൻദാസ്, NRS ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വടനപ്പള്ളി തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക ഷൈജ ടീച്ചർക്ക് സ്റ്റാഫും മാനേജ്മെന്റും യാത്രയയപ്പ് നൽകി. സുദീർഘമായ 31 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപികയ്ക്ക് പ്രത്യേക ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷബീർ അലി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ KR കല, സീനിയർ അധ്യാപകരായ CB നിഷ, PP റൈജു, NK സുരേഷ് കുമാർ, MG ഷീജു, VG മീന, KV സ്വപ്ന, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KV റോഷ്നി, മുൻ MLA PA മാധവൻ, സുനിൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 1995 കമല നെഹ്റുവിൽ ജോയിൻ ചെയ്തത്. അന്ന് മുതലേ എനിക്ക് ടീച്ചറെ അറിയാം. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച അധ്യാപികയാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിലുള്ള വിജ്ഞാനം ഞങ്ങൾക്കെല്ലാം ഭയങ്കര പ്രചോദനമാണ്. ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നിവിടെ നടക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് ടീച്ചറെ 31 വർഷത്തെ ദീർഘകാല സേവനത്തിന് ശേഷം ടീച്ചർ സ്കൂളിൽ നിന്ന് കൊണ്ട് നന്നാക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചറുടെ ഒരു സ്നേഹവിരുന്നും കൂടി നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. സന്ദേശ വിളംബര ജാഥ കമ്പനിപ്പടി സെന്ററിൽ നിന്നും ആരംഭിച്ച് കൊട്ടുങ്ങൽ എത്തുകയും അവിടെ വെച്ച് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനവും നടത്തി. ഹരിത ഓഫീസായി ഫാമിലി ഹെൽത്ത് സെന്റർ, ഹരിത വിദ്യാലയമായി മണലൂർ ഗവൺമെന്റ് GLP സ്കൂൾ, 19 വാർഡിലെ ഹരിത അംഗനവാടികളെയും തിരഞ്ഞെടുത്തു.
മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തുടർന്ന് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ്, മെമ്പർമാരായ ധർമ്മൻ പറത്താട്ടിൽ, PT ജോൺസൺ, മിനി അനിൽകുമാർ, സെക്രട്ടറി മണലൂർ ഗ്രാമപഞ്ചായത്ത് ദീപ MK, അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള ബോസ്, മണലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനുപമ, 3ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. CPI അരിമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത കേരളം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി പെരുമ്പുഴ പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷിമി ഗോപി, ലോക്കൽ സെക്രട്ടറി KK മുകുന്ദൻ, ജോണി എന്നിവർ സംസാരിച്ചു. CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്ര പരിസരം ശുചീകരണം നടത്തി. ശുചീകരണ ക്യാമ്പയിൻ CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി സുരേഷ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, ലോക്കൽ കമ്മിറ്റി അംഗം ഹേമലത പ്രതാപൻ എന്നിവർ സംസാരിച്ചു. BJP എടത്തിരുത്തി പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർജി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു അധ്യക്ഷയായി. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, KG ദിലീപ്, ജസി അനിൽ, മനോജ് കാളാന്ത്ര, സുരേഷ് പള്ളത്ത്, രാജേഷ് കൊട്ടാരത്ത്, നിഷാന്ത് ഈരക്കാട്ട്, ശ്യാം കാഞ്ഞിരപ്പറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് സജയ് ബാബു എന്നിവർ സംസാരിച്ചു. പഴയകാല സംഘപ്രവർത്തകരെയും BJP പ്രവർത്തകരെയും ആദരിച്ചു. ദേശീയതലത്തിൽ കിക്ക് ബോക്സിംഗ് 1ാം സ്ഥാനം നേടിയ കുട്ടികളെയും ആദരിച്ചു. സമാശ്വാസ പദ്ധതി ജൂൺ 30 വരെ നീട്ടണമെന്ന് KTPA ചാവക്കാട് മേഖല വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. സാമ്പത്തിക വർഷ അവസാനത്തിന്റെയും സാമ്പത്തിക മാന്ദ്യത്തിന്റെയും പ്രത്യേക സാഹചര്യത്തിൽ സമാശ്വാസ പദ്ധതി 2025 ജൂൺ 30 വരെ നീട്ടണമെന്ന് കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ചാവക്കാട് മേഖല വാർഷിക സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. GSTA നിയമത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നെറ്റ്വർക്കിലെ തകരാർ, നിയമത്തിൽ വന്നിട്ടുള്ള സുതാര്യത കുറവ്, പുതിയ നിയമവ്യവസ്ഥയുമായി വ്യാപാരികൾക്ക് വന്നിട്ടുള്ള അറിവില്ലായ്മ തുടങ്ങി മനഃപൂർവ്വമല്ലാതെ വന്നിട്ടുള്ള തെറ്റുകൾക്ക് GST വകുപ്പ് ചുമത്തിയിട്ടുള്ള നികുതി, പിഴ, പലിശ എന്നിവയിൽ നികുതി മാത്രം അടച്ച് പിഴയും പലിശയും ഒഴിവാക്കിക്കൊണ്ടുള്ള സമാശ്വാസ പദ്ധതിയുടെ കാലാവധി മാർച്ച് 31 അവസാനിക്കാനിരിക്കെയാണ് KTPA ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. KTPA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ CA ബിജു വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഫ്രാൻസൺ മൈക്കിൾ, സ്റ്റേറ്റ് കൗൺസിലർ PD സൈമൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PF ജോയ്, P പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. KTPA ചാവക്കാട് മേഖലാ പ്രസിഡന്റായി ബിജു വർഗീസിനെയും സെക്രട്ടറിയായി റീമി അനിൽ മാത്യുവിനെയും തെരഞ്ഞെടുത്തു. ഇടവേള. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ, പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില, പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു, വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി,
എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി? സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ജനകീയ സൗഹൃദവേദി സംഘടിപ്പിക്കുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ ദിനങ്ങൾ നൽകുന്ന ഈ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ കാതലായ ഈ ദിവസത്തെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. പലരും ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് ചില പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ദിവസമാണ്. ഇന്ന് പ്രത്യേകിച്ച് 30 ദിവസക്കാലം ഈശ്വര പ്രാർത്ഥനകൾ, മതത്തിൻ്റെ പ്രാർത്ഥനകളാൽ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇന്നത്തെ ദിവസം ഒരു പുതിയ ദിവസം നാളെ തുടക്കം കുറിക്കുകയാണ്. നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനവിഭാഗത്തെയും ആ സന്തോഷത്തിൻ്റെ ലഹരിയിൽ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്ന നിങ്ങളുടെ സമിതിയുടെ പ്രത്യേകതകൾ ഞാൻ മുൻകാലങ്ങളിൽ അകലെ നിന്ന് നമ്മുടെ ഓരോ പ്രവർത്തകരെയും ശ്രദ്ധിക്കാറുണ്ട്. ജനകീയ സൗഹൃദവേദി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് മെമ്പറും ജനകീയ സൗഹൃദവേദി കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ, വാമനൻ നെടിയിരിപ്പിൽ, വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ്, ട്രഷറർ മധു കുന്നത്ത്, വർക്കിംഗ് ചെയർമാൻ സുജിന്ത് പുല്ലാട്ട്, കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സൗമ്യൻ നെടിയിരിപ്പിൽ, പ്രജീഷ് കൊല്ലാറ, സുധീന്ദ്രൻ ഏറാട്ട്, ചിത്രൻ കോവിൽ തെക്കേവളപ്പിൽ, സരിത പ്രകാശൻ, സജിത കണ്ണൻ, പ്രീതി പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബീച്ച് ഫെസ്റ്റിന് ഏപ്രിൽ 11 കൊടിയേറും. ഏപ്രിൽ 12 ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന അവാർഡ് നൈറ്റ്, മധു ബാലകൃഷ്ണൻ നയിക്കുന്ന മ്യൂസിക് ബാൻഡ്, ചെമ്മീൻ ബാൻഡ്, കളരിപ്പയറ്റ്, ഇശൽ നിലാവ് തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ അരങ്ങേറും. പുത്തൻപീടിക പുളിപ്പറമ്പിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നടതുറപ്പ്, അഭിഷേകം, ഉഷപൂജ, ശേഷം അഷ്ടനാഗകളം, കളമെഴുത്ത്, ആരംഭം, തുടർന്ന് കളംപൂജയും സർപ്പംപാട്ടും നൃത്തവും അന്നദാനവും ഉണ്ടായിരുന്നു. ശേഷം ഉച്ചയ്ക്ക് ശംഖുമുത്തപ്പന രൂപകളം ആരംഭം, തുടർന്ന് കളംപൂജയും പാട്ടും നൃത്തവും എന്നിവ നടന്നു. വൈകിട്ട് വിഷ്ണുമായ സ്വാമി രൂപകളം ആരംഭം, സ്വാമിയുടെ കളത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ്, ശേഷം കളംപൂജയും കളംപാട്ടും നൃത്തവും നടന്നു. ചേർപ്പ് ശ്രീഭദ്ര നാഗക്കളം എഴുത്തുപാട്ട് പുള്ളുവൻ പാട്ടിനും ചാഴൂർ VR ഹരിദാസ് ആൻഡ് പാർട്ടി കളമെഴുത്തുപാട്ടിനും നേതൃത്വം വഹിച്ചു.
കൊടകര കുഴൽപ്പണ കേസിൽ BJP ഒഴിവാക്കിയ EDയുടെ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകൾക്കെതിരെ CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നാട്ടിക സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. തുടർന്ന് തൃപ്പയാർ സെന്ററിൽ നടന്ന പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KA വിശ്വംഭരൻ, KR സീത, മഞ്ജുള അരുണൻ, രാജേഷ ശിവജി, ഷീന വിശ്വൻ, KB ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. BJPയുടെ ജില്ലാ ആസ്ഥാനത്തെത്തിച്ചു. അത് 9 കോടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. ചാക്കിലാണ് കൊണ്ടുവന്നത് എന്നതൊരു യാഥാർത്ഥ്യം. ഇത് കൊണ്ടുവരുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നാട്ടിക ബീച്ച് ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, തുടർന്ന് ക്ഷേത്രം തന്ത്രി CS സന്തോഷ് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. മേൽശാന്തി യാദവ്, അനന്തുശാന്തി എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് AS പത്മപ്രഭ, വൈസ് പ്രസിഡന്റ് EV ധർമ്മൻ, സെക്രട്ടറി PK ഹരിഹരൻ, ജോയിന്റ് സെക്രട്ടറി PB രണൻ, ട്രഷറർ ദേവദാസ് AS എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 6-നാണ് ക്ഷേത്ര മഹോത്സവം. ഉത്സവ ദിവസം രാവിലെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പ്, തുടർന്ന് ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് നടക്കുന്ന പകൽപൂരത്തിന് മച്ചാട് ഗോപാലൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മേളവും അരങ്ങേറും. പ്രവാസിയും മുൻ നാവികസേന ഉദ്യോഗസ്ഥനുമായ ഷാജൻ എലുവത്തിങ്കലിന്റെ ഗൃഹാതുരത്വം എന്ന ഗുരുത്വാകർഷണം ഓർമ്മക്കുറിപ്പുകളുടെ ആദ്യ കഥാസമാഹാരത്തിന്റെ പ്രകാശനം സിനിമാ സംവിധായകൻ ലാൽ ജോസ് മലയാള മനോരമ ചീഫ് എഡിറ്റർ വിനോദ് നായർക്ക് കൈമാറി നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് എന്ന ഗ്രാമത്തിന്റെയും അതിന്റെ പരിസരങ്ങളെയും തന്റെ കുട്ടിക്കാലത്തും വിദ്യാഭ്യാസകാലത്തും കണ്ട ഒരുപിടി ഓർമ്മകളുടെ സുന്ദരമായ ആവിഷ്കാരമായ 32 ഓർമ്മ കഥകളുടെ സമാഹാരമാണ് പുസ്തകം. JCI മുൻ ഗ്ലോബൽ പ്രസിഡന്റ് ഷൈൻ ഭാസ്കർ, ഖത്തർ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. അത്ര വിശദമായ ഓർമ്മകളാരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഈ പുസ്തകം ഷാജൻ വായിക്കാൻ അതിന്റെ ആദ്യത്തെ കോപ്പി എന്നപ്പോ എനിക്ക് ഇവിടുന്ന് വന്നപ്പോൾ അതിനു മുമ്പ് ഷാജൻ ഫേസ്ബുക്കിൽ ഈ വിശദമായിട്ടുള്ള കുറിപ്പുകൾ എഴുതുന്നത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. വളരെ നല്ല ഭാഷയുണ്ട്, വളരെ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്, നല്ല വായിക്കാൻ വളരെ രസമുള്ള ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള എഴുത്താണ്. പിന്നെ ഓരോ ചെറിയ കാര്യങ്ങളും അന്നത്തെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓർമ്മയുണ്ട്. സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ജനകീയ പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് തല പ്രഖ്യാപനം നടത്തി. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പ്രഖ്യാപന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA തപതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതി രവീന്ദ്രൻ,
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലിക ദേവൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ തോമസ് മാസ്റ്റർ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുബൈർ, ശ്രീന എന്നിവർ സംസാരിച്ചു. എത്ര കണ്ട് നമ്മളെല്ലാവരും അതിനോട് മാന്യമായൊരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നാം സ്വയം വിമർശിച്ച് അല്ലെങ്കിൽ സ്വയം വിമർശനത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കണം. നമുക്ക് നിരവധി മേഖലകളിൽ നിന്നാണ് ഈ മാലിന്യം നമ്മുടെ പ്രദേശങ്ങളിൽ കുമിഞ്ഞുകൂടുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഭാഗമായിട്ട് വന്നു ചേരുന്ന മാലിന്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആ മാലിന്യ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറിയ ജീവിത സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. നാം ഒരു മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏറിയ പങ്കും പ്ലാസ്റ്റിക്കും അനുബന്ധ നമുക്കെല്ലാവർക്കും മാലിന്യം കൂടുതൽ ആരോഗ്യപരമായ സാമൂഹ്യപരമായ തെറ്റുകളിലേക്ക് വരുന്ന ഒരു വഴിയിടം ഇത്തരം കവറുകളും ഭക്ഷണപദാർത്ഥങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന അതിൻ്റെ സുരക്ഷിതം എന്ന് നമ്മൾ പറയുന്ന ഇടങ്ങളിൽ നിന്നാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വസ്തുക്കൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് അവിടെ നാം ഓരോരുത്തരും നിക്ഷേപിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കെ.സി. വേലായുധൻ 32ാം ചരമവാർഷിക ദിനം ആചരിച്ചു. എ.ജി. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. മുൻ കൃഷിവകുപ്പ് മന്ത്രിയും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. CPI വലപ്പാട് LC സെക്രട്ടറി VC കിഷോർ, സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, രാജൻ പട്ടാട്ട്, VR മോഹൻദാസ്, TV രാജു, VR പ്രഭ, KC ഇന്ദുലാൽ, കെ.സി. വേലായുധന്റെ മകൻ KV ഹിരൺ എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് വേളേക്കാട്ട് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, നവകം, കലശാഭിഷേകം, ദൈവക്കളം, ഉച്ചയ്ക്ക് മുത്തപ്പന് കളം, പ്രസാദകൂട്ട്, വൈകിട്ട് കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം, ദീപാരാധന, രാത്രി ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PB പ്രകാശൻ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക ശ്രീ വൈലി ഭദ്രകാളി ദുർഗാദേവി ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി. രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, മഹാഗണപതി ഹവനം, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് 4 കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിൽ പൂരം വരവ്, തുടർന്ന് ക്ഷേത്രത്തിൽ പകൽപൂരം എഴുന്നള്ളിപ്പ്, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, തായമ്പക, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മേളവും അരങ്ങേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ CB പ്രകാശൻ തന്ത്രി, NS പ്രജീഷ് ശാന്തി, ക്ഷേത്ര മേൽശാന്തി വൈഷ്ണവ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ലാൽ ഊണുങ്ങൽ, സെക്രട്ടറി PV രാധാകൃഷ്ണൻ, ട്രഷറർ TV സുനിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
മയക്കുമരുന്നിനെതിരെ പെരുന്നാൾ ദിനത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത കൂട്ടായ്മ. കാക്കാത്തിരുത്തി, ചളിങ്ങാട്, ചന്ദ്രാപിന്നി, ചിറക്കൽപ്പള്ളി എന്നിവിടങ്ങളിലാണ് ഈദ് നമസ്കാരത്തിന് ശേഷം മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിജ്ഞ ചൊല്ലിയത്. ചിറക്കൽ ജുമാ മസ്ജിദ് പരിസരത്ത് അസിസ്റ്റന്റ് ഖത്തീബ് യൂനുസ് നയീമി, ചളിങ്ങാട് ജുമാ മസ്ജിദ് പരിസരത്ത് ടി ടൈസൺ MLA, ചളിങ്ങാട് സെന്ററിൽ നജീബ് XL, കാക്കാത്തിരുത്തി ബദർ പള്ളിക്ക് മുന്നിൽ മഹല്ല പ്രസിഡന്റ് PA അബ്ദുള്ള എന്നിവർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് ജനപ്രതിനിധികളായ ദേവികാദാസൻ, PA ഷാജഹാൻ, PA ഇസഹാക്ക്, PH അബ്ദുള്ള, ഷെഫീഖ് സിനാൻ, MS സുജിത്ത്, ജിനൂബ് അബ്ദുറഹ്മാൻ, കയ്പമംഗലം SI വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവർക്കും പ്രത്യേകമായി പെരുന്നാളിൻ്റെ ആശംസകൾ നേരുക. ആഘോഷങ്ങൾക്കിടയിലും മനുഷ്യനെ ബാധിക്കുന്ന, ഈ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സംബന്ധിച്ച് നമ്മുടെ പള്ളിയും ബന്ധപ്പെട്ട എല്ലാ ആളുകളും ചേർന്ന് നടത്തുന്ന ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം തീർച്ചയായും ഏറ്റവും ഗൗരവപ്പെട്ടതാണെന്ന് കരുതുന്നു. അതിനുവേണ്ടി വടനപ്പള്ളി ഗണേശമംഗലം ഗണപതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായി. ചടങ്ങുകൾക്ക് ഗുരുപദം ആചാര്യൻ കാര്യമാത്ര വിജയൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അധിവാസ വിടർത്തി പൂജ, വലിയ പാണി, ജീവകലശാഭിഷേകം, ഉപദേവതാ പ്രതിഷ്ഠ, തുടർന്ന് ദ്രവ്യകലശാഭിഷേകം, ശ്രീഭൂതബലി, അമൃത ഭോജനം എന്നിവ നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. അന്തിക്കാട് ഉപഭോക്തൃ സംരക്ഷണ സമിതി 14ാം വാർഷിക പൊതുയോഗം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഉപഭോക്തൃ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് ലാൽ സിംഗ് അധ്യക്ഷനായി. രക്ഷാധികാരി R പുഷ്പാങ്കദൻ, M വിജയൻ, V നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KV റാഫി, സെക്രട്ടറി MS സജീവൻ, ട്രഷറർ M വിജയൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായ ഒരു പ്രത്യേകത. അതിൻ്റെ ഇടയിൽ വെച്ച് നമ്മുടെ കോഴി നമ്മുടെ ഒരു മഴക്കാലം ഉണ്ടായാൽ കൊയ്ത് കഴിഞ്ഞാലാണ് അതിനകത്ത് പടപടയും കൃഷിക്കാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചു. പൊതുവെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ തോന്നി, എന്നാൽ നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അന്തിക്കാട് കോൾപ്പടവിനെ അവർ കൃഷി ചെയ്ത് വയ്ക്കുന്ന നെല്ല് സംഭരിച്ച് വയ്ക്കാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ചില പാടശേഖര പ്രവർത്തകരെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇവിടുത്തെ ബ്ലോക്കിൽ ഒരു ഓഫീസറുണ്ട്, ആ ഓഫീസറുമായി ചർച്ച ചെയ്തപ്പോൾ അവരോട് ചോദിച്ചെടുക്കാനാണ് ചെയ്യാൻ കഴിയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. CPI വലപ്പാട് ലോക്കൽ സമ്മേളനം എടമുട്ടം ലയൺസ് ക്ലബിൽ വെച്ച് നടന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.